വഴികളെ സംരക്ഷിക്കുവാൻ അവിടുന്ന് മാലാഖമാരോട് കൽപ്പിക്കുകയോ നിന്റെ പാദം കല്ലിന്മേൽ തട്ടാതെ കരങ്ങളെ തന്നെ അവർ വഹിച്ചുകൊള്ളൂ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കാരുണ്യവാനായ യേശുനാഥ, ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ കൺമണിയായ ഞങ്ങളുടെ മൂത്ത ചേച്ചിയെ എൻ്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ചേച്ചിയുടെ വിവാഹം. അന്ന് ഇന്നത്തെ പോലെ ഒരു സൗകര്യങ്ങളോ ഒന്നുമില്ല. കോഴി ആൾക്കാർ കൊണ്ടുവരുന്നതും ഒരു ഇവിടെ കറി വെക്കാനായിട്ട് വലിയ വാർപ്പുകൾ സാധനങ്ങളൊന്നും കിട്ടുന്ന ഒരു കാലഘട്ടം അല്ലായിരുന്നു. അന്ന് ഐസക്കേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ വാർപ്പൊക്കെ കൊണ്ടുവന്ന് നമ്മളിവിടെ നാടൻ കോഴിയൊക്കെ വെച്ച് ഒരു കല്യാണമായിരുന്നു. അത് എൻ്റെ കുഞ്ഞുനാളിലുള്ള ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏകദേശം 38 വർഷം മുമ്പ് ആണ് ഞാൻ 10ാം ക്ലാസ് ആയിരുന്നത്. ആ സമയത്താണ് ഈ കല്യാണമായിരുന്നു. ദൈവം അവർക്ക് 4 മക്കളെ നൽകി. ഒരു മോളെ ദൈവസന്നിധിയിലേക്ക് വിളിച്ചു. ഒരു മോനെ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ട് വളർത്തുവാനും അവന് നല്ല ഉപദേശം നൽകി അവനെ ഇന്ന് നല്ലൊരു വൈദികനാക്കി മാറ്റുവാനും ദൈവം കൃപ നൽകി. അതുപോലെ 2 മക്കളെയും വിദേശത്ത് പോകാനും അവരുടെ ഭാര്യമാരും മക്കളും അവരത്യാവശ്യം ജോലിയിൽ മുഴുകി ജീവിക്കാനും അവർക്ക് വേണ്ടുന്ന കൃപയും കാരുണ്യവും അങ്ങ് ജഗദീശ്വരൻ നൽകി. ഇന്നും ചേച്ചി അളിയനും ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞൊരു കാലഘട്ടത്തിൽ നിന്ന് ദൈവം ഇന്ന് സമൃദ്ധിയുടെ കാലത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിന് ദൈവത്തോട് നന്ദി പറയുന്നു. ദൈവമേ, ഈ കൃപ നൽകി ആരോഗ്യം നൽകി അവർ സംരക്ഷിച്ച് വീണ്ടും ജോലി ചെയ്യാനും മക്കളെ വളർത്താനും അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനും ഇന്നുവരെ സാധിച്ചു. നാളെ ആ മക്കള് അതുപോലെ ആ കൃപയിൽ വളരാൻ ഒരു ദൈവം കരുണയാകണമേ എന്ന് ഇത്രയും കാലമുണ്ടെങ്കിലും ഇന്ന് വരെ നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചില്ല. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് നമുക്ക് ഗംഭീരമാക്കാമായിരുന്നു. പക്ഷെ ദൈവം ഇങ്ങനെയാണ് ഒരു കൃപ നൽകി. അപ്പോൾ മോൻ വന്നു, അച്ഛമ്മോ വന്നാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം. അപ്പോൾ അവനും ഈ സന്നിധിയിൽ ഉണ്ടാവാൻ ദൈവം കരുണയായതിന് എല്ലാവരോടും ദൈവത്തോടും നന്ദി പറയുന്നു. അതുപോലെ എല്ലാവരോടും നന്ദി പറയുന്നു. ഇനി എല്ലാവർക്കും ഒത്തിരി വിവാഹ ആവാർഷികങ്ങൾ ആഘോഷിക്കാനുള്ള ഒരു അനുഗ്രഹം ചേച്ചിക്കും അളിയനും ഉണ്ടാവട്ടെ. ഞങ്ങളായ മക്കൾക്ക് അത് കൂടുന്നതിനുള്ള ഒരു അനുഗ്രഹവും ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ജഗദീശോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.